എല്ലാ മച്ചമ്മയ്ക്ക് നമ്മളെ പുതിയ വീട് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചാൽ നമ്മളെ കറുകപ്പുത്തൂർ പള്ളിയുടെ ഫ്രണ്ടിലാട്ടോ. പള്ളി ഇതാ കിടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇന്നിവിടെ പരിപാടിയാണല്ലോ. പരിപാടി കാര്യം തുടങ്ങിയില്ല. ഇവിടുത്തെ കുറച്ച് ലേറ്റായി പോയിട്ടോ. എന്തായാലും കുറച്ച് മുതൽ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ എല്ലാ മച്ചമ്മയും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കായിട്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു ആന വരുന്നുണ്ട് കേട്ടോ. ഏതാണെന്നല്ല നമുക്ക് നോക്കി നോക്കാം. പുതുശ്ശേരി വിജയൻ്റെ വണ്ടിയാണ്. പുതുശ്ശേരി വിജയൻ്റെ കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇവിടെ എത്താൻ. ഇനിയും ടീമുണ്ടാവും. നമുക്ക് പോയി നോക്കാം. ഓക്കെ, അതാ മച്ചന്മാരെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞെന്ന് തോന്നുന്നത്. ഇവിടുന്ന് കുറച്ച് ലേറ്റായി പോയത് കേട്ടോ. നമുക്ക് പോയി നോക്കാം. എന്തെങ്കിലും പള്ളിയുടെ ഭാഗത്തൊക്കെ ടീമുണ്ടാവും, ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം. മച്ചന്മാരെ ആന ഇതവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഇറക്കുണ്ടാവും. ഇനി വേറൊരു കൊണ്ട് ഇറക്കുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇവിടെ ഇറക്കാൻ പ്ലാനൊന്നുമില്ല. അത് പോവാട്ടോ. നമുക്ക് ഈ ഭാഗത്തൊക്കെ നോക്കി നോക്കട്ടെ. നമ്മുടെ എസ് ടി ജോസഫും അതേപോലെ തന്നെ CRP ബാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഏത് ഭാഗത്താണ് നല്ല, പിന്നെ നമ്മുടെ ആന കേശവനാണ്. ഏത് ഭാഗത്തുനിന്നാണ് നല്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഏത് ഭാഗത്തോടെ ഉണ്ടാവും ഇറക്കിക്കണമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ആന വണ്ടി കിടക്കുന്നുണ്ട്. നമ്മുടെ അക്കരമിൽ പ്രസാദിൻ്റെ കേട്ടോ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഏത് വഴിക്കാണ് പോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് കാട്ടെ നമ്മളെ പള്ളിയുള്ളത്. ഇവിടെ പരിപാടി ഉണ്ടാവിച്ചിട്ട് വന്നാണ്. ഇവിടെ പരിപാടിയും കാര്യങ്ങളും കാണാമല്ലോ കേട്ടോ. അതിൽ നമുക്കിങ്ങനെ പോയി നോക്കാം. ഓക്കെ, എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. രാവിലെ കുറച്ച് ടീം ഇറങ്ങിയല്ലോ കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനി കുറച്ചും കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോഴൊക്കെ അതാ കരിമ്പ് ജ്യൂസ് അടിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേണ്ട എല്ലാ കടലൊന്ന് തുറന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. ആ ഭാഗത്തൊന്നും നോക്കത്തില്ല. നമുക്ക് ആ ഭാഗത്ത് ഒരു ബാൻഡിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കട്ടെ. അങ്ങനെ വരുമ്പോൾ മച്ചന്മാരാവുന്ന ഒരു ബാൻഡ് വരുന്നുണ്ട്. നമ്മളെ ബാക്കിൽ ഒരു ബാൻഡ് നിൽക്കുന്നുണ്ട്. കൊട്ടല്ല. ഈ ഭാഗത്ത് ഈ ബാൻഡുള്ളൂ. വേറെ ബാൻഡ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മച്ചന്മാർ നമ്മൾ അവിടെ നേരെ ഇങ്ങോട്ട് പോരുക കേട്ടോ. അവിടെ ഉള്ളൊരു ബാൻഡ് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേറെ ടീം ഉണ്ടാവില്ലാന്ന് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഞാൻ മറ്റേ സെൻട്രൽ ഭാഗത്ത് പോയി നോക്കാം. അവിടെ ചിലപ്പോൾ പരിപാടി ഉണ്ടാവും കേട്ടോ. മച്ചന്മാർ നമ്മൾ കാത്ത് കിട്ടിയത് കേട്ടോ. ലൈറ്റ് പോയിട്ടൊന്ന് സെറ്റാക്കിയിരുന്നു. ലൈറ്റും കാര്യങ്ങൾക്കും സെറ്റപ്പാക്കി കിട്ടാൻ വെച്ചാൽ മതി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം വരുമില്ലെന്ന് അറിയില്ല കേട്ടോ. അത് നമുക്ക് നോക്കി നോക്കാം. അല്ലെങ്കിൽ സെൻറ്ററിൽ തന്നെ പോയി നോക്കാം. അച്ഛന്മാരെ രാവിലത്തെ പരിപാടി രാവിലെ 11 വരെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം കഴിഞ്ഞെന്ന് പറഞ്ഞു. ആളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞത്രേ. ഈ ഭാഗത്ത് ആന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് പോയി നോക്കാം. ഓക്കെ, അച്ഛന്മാരെ ആ ഒരു പേരയിലട്ടോ ആന ഉള്ളത്. നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഉള്ളിൽ കയറി നോക്കട്ടെ. അച്ഛന്മാരെ നമ്മൾ ചെറുപ്പശ്ശേരി മണികണ്ഠ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ പരിപാടി കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞ് വൈകുന്നേരം നടക്കുക. എന്തായാലും ഇനി വേറെ ഇവിടെ ആളുള്ളത് നല്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വേറെ ആനും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ രണ്ടാനും മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്ത് പോയി നോക്കട്ടെ. അവിടെ ബാൻഡ് ഉണ്ടായി. നമുക്ക് ബാൻഡിൽ തന്നെ പോയി നോക്കാം. അങ്ങനെ എന്തായാലും മച്ചാൻ പറയാം. നമുക്ക് ഇത് അങ്ങോട്ട് തന്നെ പോയി നോക്കട്ടെ.
ഓക്കെ. ബാൻഡ് അത് തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കട്ടെ. സെൻറ്ററിൽ പോയേക്കാം. അവിടെ പല ടീമും കാര്യങ്ങളും കാണാനില്ല. ഈ ടീമിനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ പോയിട്ട് അവിടെ ഉണ്ടോ നോക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഔട്ടാ ബാക്കി പരിപാടിക്ക് ഞാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. ഇവിടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 11 മണി ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി ആ മച്ചാന്മാരെ നമ്മളങ്ങനെ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നേരെ പോന്നു. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് തോന്നുന്നത്. സെൻറ്ററിൽ ഉണ്ടാവാനും ചാൻസ് ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് പോയി നോക്കാതിനുള്ളൂ കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ തിരിച്ച് സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 11 മണി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടോ നമ്മളിവിടെ ചോദിച്ചപ്പോൾ. അതിൻ്റെ ശേഷം അത് നിർത്തിച്ച് നമ്മളിവിടെ വരാൻ കുറച്ച് ലേറ്റായി പോയി. അതുണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ കൂടി ഇത്രേ ഉണ്ടാവുള്ളൂ. എല്ലാം മച്ചാന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ഇട്ടൊക്കെ കേട്ടോ. ബെല്ലേക്ക് ഇട്ട് വെച്ചാൽ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലായിരുന്നു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. ഇതൊക്കെ രാത്രി കൊട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ ഭാഗത്തും ഇതാ സ്റ്റേജൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പരിപാടി സ്റ്റാർട്ടാണെങ്കിൽ 3:30-4 മണി ആ ടൈമാവും ഉണ്ടാവും. കേശവനും അതേപോലെ തന്നെ കുറേ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും വൈകുന്നേരം പറ്റുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ. ആ സാധനത്തിന് എന്താ പറയുന്നത് കറക്റ്റായിട്ട് കറില്ല കേട്ടോ. നമ്മൾ പൂരപ്പന്തലിൽ തന്നെ പറയാം, അത് വേറെ എന്തെങ്കിലും പറയും അറിയുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അവിടെ കുറേ പോസ്റ്ററും കാണാൻ കൊടുത്തിട്ട് നമ്മൾ നേർച്ച തന്നെ കുറേ ആളിലും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 11 മണി 11:30 വരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പരിപാടി നിർത്തി വെച്ചതെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ എത്തുമ്പോൾ 11:30 ടൈം ആയിക്കും കേട്ടോ. അതായത് എല്ലാം മറ്റാകുന്ന സബ്സ്ക്രൈബ് ബെല്ലേക്ക് ഇട്ടൊക്കെ ഇനിയും കുറേ പരിപാടി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ബെല്ലേക്ക് ഇട്ടൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ.